താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. ദാമ്പത്യ സ്നേഹത്തെ കൂടുതൽ സുന്ദരമാക്കാനും നമ്മുടെ കുടുംബങ്ങളെ സ്നേഹം പൂത്തൊലയുന്ന ഇടങ്ങളാക്കാനും ലൗഡേൽ പ്രോഗ്രാം സഹായകമാകുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾക്ക് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഇന്നത്തെ ചർച്ചയിൽ നമ്മെ സഹായിക്കാൻ എത്തിയിട്ടുള്ള വിശിഷ്ട അതിഥികളെ നമുക്ക് ക്ഷണിക്കാം. ആദ്യമായി നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറിനെയാണ്. നമുക്കേറെ സുപരിചിതനാണ്. ഈ എപ്പിസോഡുകളിൽ അദ്ദേഹം സജീവമായ സാന്നിധ്യം. തൃശ്ശൂർ സെൻറ് തോമസ് കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പളും കേരള കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതിരൂപത പ്രസിഡൻറ്റും സുപ്രസിദ്ധ വചനപ്രഘോഷകനുമായിരിക്കുന്ന പ്രൊഫസർ കെ എം ഫ്രാൻസിസ് സാറിനെ ഏറെ ആദരവോടെ ഈ ചർച്ചയിലേക്ക് നാം ക്ഷണിക്കുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് സിസ്റ്റർ നീമ ഗ്രേസിനെയാണ്. കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കി മാറ്റാനുള്ള നിയോഗവുമായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ അംഗമാണ്. കൂടാതെ ഒരു ഫാമിലി കൗൺസിലറും സാമൂഹ്യ പ്രവർത്തകയും കൂടിയായ സിസ്റ്ററിനെ ഏറെ ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നമ്മൾ സ്വാഗതം ചെയ്യുന്നത് വലിയ കുടുംബത്തിൻ്റെ നാഥനും 8 മക്കളുടെ പിതാവും മുണ്ടൂർ ഇടവകാംഗവുമായ പ്രോലൈഫിൻ്റെ സജീവ പ്രവർത്തകനായ വിൽസൺ ചേട്ടൻ. മുണ്ടൂർ ഇടവകാംഗമായ വിൽസൺ ചേട്ടനെ ഏറെ ആദരവോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാർപ്പാപ്പയുടെ അപ്പസ്തോലിക ലേഖനമായ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൽ മാർപ്പാപ്പ ഊന്നി പറയുന്നു, യേശു ധ്യാനമാണ് ഓരോ കുടുംബത്തിൻ്റെയും വിളി. ഈ യേശു ധ്യാനത്തിലൂടെ നമ്മളുടെ കുടുംബങ്ങളെ എങ്ങനെ സുന്ദരമാക്കി മാറ്റാം എന്ന ചർച്ചയിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാം. സ്നേഹമാണ് കുടുംബത്തിൻ്റെ അടിത്തറയെന്ന് മാർപ്പാപ്പ ഈ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന പുസ്തകത്തിൽ പലതവണ ആവർത്തിക്കുന്നുണ്ട്. ഈ സ്നേഹം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലുമൊക്കെ പിശുക്ക് കാണിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ. സ്നേഹത്തെക്കുറിച്ചുള്ള പരാതികളാണ് എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നത്. ഈ സ്നേഹം സ്വീകരിക്കാനായിട്ട് എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? ഒരാൾക്ക് എങ്ങനെയാണ് ആ സ്നേഹം സ്വീകരിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് ഒരു ചർച്ചയിലേക്ക് നമുക്ക് ആദ്യമേ കടക്കാം. സ്നേഹം എന്ന പദത്തെക്കുറിച്ച് ബെനഡിക്ട് 16 മാർപ്പാപ്പ ദൈവം സ്നേഹമാകുന്നു എന്ന ചാക്രിക ലേഖനത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിന് മാർപ്പാപ്പ പറയുന്നത് സ്നേഹം എന്ന വാക്കാണ് ഏറ്റവും അധികം തെറ്റായി ഉപയോഗിക്കുന്നത് എന്നാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതത്തിന് അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് പരമ്പരാഗതമായി ഒരു വ്യാഖ്യാനമുണ്ട് സ്നേഹം എന്ന പദത്തിന്. അതിനെ ഗ്രീക്ക് ഭാഷയിൽ അഗാപ്പെ എന്നാണ് വിളിക്കുക. അഗാപ്പെ എന്ന് പറഞ്ഞാൽ മനുഷ്യബന്ധങ്ങളിൽ എന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം ഞാൻ അപരന് നൽകണം. അതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമായിട്ട് പൗലോസ്ലീഹ പറയണേ. അതുകൊണ്ടാണ് പറയുന്നത്, ഓരോരുത്തരും തങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റുള്ളവന് നൽകട്ടെ. പക്ഷെ അങ്ങനെ ഒരു സ്നേഹത്തിന് മാത്രമേ കുടുംബത്തെ ഐക്യത്തിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. കുടുംബം മാത്രമല്ല, ഏതൊരു കമ്മ്യൂണിറ്റിയെയും ഏതൊരു സമൂഹത്തെയും ഐക്യത്തിലേക്ക് നയിക്കണമെങ്കിൽ ഈ ഒരു സ്നേഹം ഉണ്ടാകണം. പക്ഷെ ഇങ്ങനൊരു സ്നേഹത്തിന് കഴിവുള്ളവനാണോ മനുഷ്യൻ? ഇതാണ് ചോദ്യം. പക്ഷെ അപ്പോൾ അത് നമ്മൾക്ക് വ്യത്യസ്ത വ്യക്തികൾക്കും കുടുംബങ്ങളിലൊക്കെ അത് വ്യത്യസ്ത രീതിയിലാണോ കിട്ടുക, അതോ നമ്മളത് പരിശീലിച്ചെടുക്കണോ? യഥാർത്ഥത്തിൽ ഈ സ്നേഹം എന്ന് പറയുന്നത് ആദ്യമേ നമ്മളിത് അനുഭവിക്കുകയാണ് ചെയ്യണത്, സ്വീകരിക്കുകയാണ്. ആ സ്വീകരിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, മാതാപിതാക്കളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും നമ്മൾ
കാണപ്പെടുന്ന അനുഭവിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായി കിടക്കുന്നത് ദൈവം നമുക്ക് നൽകുന്ന സ്നേഹമാണ്. ഇതിനെയാണ് മാർപ്പാപ്പ പറയുന്നത്, ദൈവം നമ്മുടെ കാണപ്പെടാത്ത സൃഷ്ടാവാണ്, മാതാപിതാക്കൾ നമ്മുടെ കാണപ്പെടുന്ന സൃഷ്ടാക്കളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഈ അഗാപ്പേയിക് ലവ്, അപരനെ കരുതുന്ന സ്നേഹം, ഈ സ്നേഹം നമുക്കുണ്ടാകണമെങ്കിൽ ഇത് സ്വീകരിക്കാതെ സാധ്യമല്ല. അത് പ്രകൃതിയിലെ എല്ലാ വസ്തുക്കൾക്കും ഇത് ബാധകമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കിണറിൽ നിന്ന് വെള്ളം എങ്ങനെ ഉണ്ടാകുന്നത്? അത് നമുക്ക് കിണർ നമ്മൾ നിരന്തരം കോരിക്കൊണ്ടിരുന്നാൽ അത് വറ്റിപ്പോകും. പക്ഷെ മഴ പെയ്യുകയും ഉറവ ഉണ്ടാവുകയും ഉറവയിലൂടെ കിണറിനെ റീഫില്ല് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് വീണ്ടും വീണ്ടും നമുക്ക് ജലം കിട്ടുന്നത്. ഇതേ രീതിയിൽ തന്നെ നാം നമ്മെ തന്നെ ആശ്രയിച്ച് ഭാര്യയെയോ ജീവിത പങ്കാളിയെയോ മക്കളെയോ സ്നേഹിക്കാൻ തുടങ്ങിയാൽ സ്നേഹമുണ്ടാകും. കാരണം സ്നേഹിക്കാനുള്ള കഴിവ് ദൈവം എല്ലാ മനുഷ്യരിലും നിക്ഷേപിച്ചിട്ടുള്ളതാണ്. അതിന് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ഒന്നുമില്ല. മനുഷ്യനാണോ സ്നേഹിക്കാനുള്ള കഴിവുണ്ട്. ദൈവം തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ ഒരു തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഛായ എന്ന് പറയുന്നത് മാത്രമല്ല, അത് ജാതി മത വർണ്ണ വിഭാഗങ്ങൾക്ക് വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇതാണ്, ഈ ദൈവം നൽകിയിട്ടുള്ള സ്നേഹിക്കാനുള്ള സ്വാഭാവികമായ കഴിവ് ദൈവത്തെ ആശ്രയിക്കാതെ നമ്മൾ നൽകാൻ തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് ഇത് വറ്റിപ്പോവും. ഇപ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദാഹരണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്ന് ചന്ദ്രൻ സൂര്യനിലേക്ക് മുഖം നോക്കി നിൽക്കുന്നുവോ അന്ന് ചന്ദ്രൻ പ്രകാശിക്കും. സൂര്യനിൽ നിന്ന് ചന്ദ്രൻ പോകുമ്പോൾ ചന്ദ്രൻ്റെ വെളിച്ചം അപ്രത്യക്ഷമാകും. ഇതേപോലെ ദൈവവും മനുഷ്യനുമായിട്ടും മനുഷ്യനും മാതാപിതാക്കളുമായിട്ടും ബന്ധം നിലനിർത്തുമ്പോൾ മനുഷ്യനിൽ നിന്ന് സ്നേഹം വരും. അല്ലെങ്കിൽ സ്വാഭാവിക സ്നേഹം കുറച്ച് കഴിയുമ്പോൾ അപ്രത്യക്ഷമാകും. പല കുടുംബങ്ങളിലും ഇത് കാണാൻ പറ്റുന്നു. തുടക്കത്തിലൊക്കെ ഭയങ്കര സ്നേഹം, കല്യാണം ഉറപ്പിച്ചു, വിവാഹ ഒരു കോഴ്സിനൊക്കെ നമ്മൾ കാണുമ്പോൾ വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലുള്ളവർ വിവാഹം കഴിഞ്ഞ് ഏതാനും നാൾ കഴിയുമ്പോഴേക്കും പെട്ടെന്ന് സ്നേഹം വറ്റിപ്പോകുന്നത് പോലെയുള്ളൊരു അനുഭവം പലരുടെയും ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട്. സാർ പറഞ്ഞില്ലേ അല്ലേ, ഈ ചന്ദ്രന് സൂര്യനെ കൂടാതെ പ്രകാശിക്കാൻ സാധിക്കാത്തത് പോലെ തന്നെ നമ്മളും ആ ഒരു സ്നേഹം സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് ആ സ്നേഹം കൊടുക്കാനോ ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാനോ സാധിക്കില്ല. അപ്പം അങ്ങനെ നമുക്കങ്ങനെയാണ് നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മളുടെ സാധാരണ പ്രായോഗിക ജീവിതത്തിലൊക്കെ എങ്ങനെ നമുക്ക് ഈ സ്നേഹം സ്വീകരിക്കാനായിട്ട് സാധിക്കാമെന്ന് സിസ്റ്റർ പങ്കുവെക്കാമോ? ദൈവസ്നേഹം എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കേണ്ടത്. ദൈവസ്നേഹം എന്ന് പറയുന്നത് ഒരു മായ പോലെ നമുക്ക് തോന്നും. സാധാരണ മനുഷ്യർക്ക് അതെങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അതിനാണ് സഭ ഒരു ചട്ടക്കൂടും ഒരു ക്രമമൊക്കെ നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ 7 കൂദാശകളിലൂടെ സ്വീകരിക്കുന്നത്. ഈ കൂടെ കൂടെ സ്വീകരിക്കുവാനായിട്ട് സഭ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കൂദാശകളാണ് കുംഭസാരവും വിശുദ്ധ കുർബാനയും. ഈ കൂദാശകൾ നമ്മൾ കൂടെ കൂടെ സ്വീകരിക്കുന്നതിലൂടെ ആ ദൈവസ്നേഹത്തിൻ്റെ കുത്തൊഴുക്ക് നമ്മിലേക്ക് വരുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കും തോറും നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് നമ്മിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. നിറയുന്നത് നമുക്ക് കൊടുക്കാനൊരു വിഷമം ഉണ്ടാവില്ല. നിറയാതെ കഴിഞ്ഞു പോകുമ്പോൾ എന്ന് തോന്നുമ്പോഴാണ് കൊടുക്കുന്നത് നമ്മൾക്ക് പലപ്പോഴും പിശുക്ക് കാണിക്കാൻ ഇടവരുന്നത്. അപ്പോൾ ഈ കൂദാശയിലേക്കുള്ള നമ്മുടെ ചായ്വ് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത് ഈ സ്നേഹം വറ്റിപ്പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കൂദാശകളും നമ്മളെ അടുപ്പിക്കുന്നത് വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തിലേക്കാണ്. നമ്മൾ പണ്ടൊക്കെ കാണും, കിലോമീറ്ററുകൾ നടന്ന് നമ്മുടെ കാരണവന്മാരെ കുർബാനയ്ക്കായിട്ട് പോകാനായിട്ട് ശ്രമിച്ചിരുന്നു. അന്ന് നമ്മൾ ഇത്ര വലിയ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും ഒന്നും വലുതായിട്ടില്ലെങ്കിലും അടിസ്ഥാനപരമായി ഈ ഊർജ്ജം സ്വീകരിക്കുന്ന സ്ഥലം ഏതാണെന്ന് നമ്മുടെ കാരണവന്മാർക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. ഇനി അഥവാ അവർ കുർബാനയ്ക്ക് പോകാനായിട്ട് സാധിച്ചില്ലെങ്കിൽ, അവർ വൈകി എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുർബാന കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ തൊട്ടുമുത്തി ആ ഊർജ്ജം സ്വീകരിക്കുന്ന ഒരവസ്ഥ എൻ്റെ കാരണവന്മാർ അദ്ദേഹം പറയുന്നത് വിശുദ്ധ കുർബാന ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഉച്ചിയും ഉറവിടവും എന്നാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് സഭാ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അതാണ്. നമ്മളിപ്പോൾ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായി ജീവിക്കുന്ന ഒരു കുടുംബത്തെ നമ്മൾ ഈ ഒരു വീഡിയോ സെഷനിൽ കാണുകയാണ്. അവരുടെ ഷെയറിംഗ് ഒന്ന് കേട്ടുകൊണ്ട് നമുക്ക് തുടർന്ന് ഉള്ള ചർച്ചകളിലേക്ക് വരാം.
എല്ലാ ഭവനങ്ങളിലും സംഭവിക്കുന്ന പോലെ ഞങ്ങളുടെ ഭവനത്തിലും ഈ ഒരു പെട്ടെന്ന് വരുന്ന ദേഷ്യവും അരിശവുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ വന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ സമയത്തിന് മുൻപ് ഞാൻ വ്യക്തിപരമായ പ്രാർത്ഥന പ്രഭാതത്തിൽ 3:30 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ്. ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ കർത്താവുമായിട്ട് ആദ്യം രമ്യതയിലെത്തുവാനായിട്ട് ഞാൻ പലപ്പോഴും പരിശ്രമിക്കാറുണ്ട്. തുടർന്ന് ഭവനത്തിലുള്ളവരുമായിട്ട് ഏറ്റവും ശാന്തമായിട്ട് രമ്യതയിലെത്തുവാനായിട്ട് സംസാരിക്കാനും പരസ്പരം സ്നേഹിക്കാനൊക്കെ സാധിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ദേഷ്യമാണ് ഞങ്ങളുടെ പ്രശ്നം. അപ്പോൾ അത് പലപ്പോഴും ചേട്ടൻ്റെ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ആൾ രമ്യതയിലായിട്ടായിരിക്കും എപ്പോഴും കടയിലേക്ക് പോവുക. അതിനുശേഷമായിരിക്കും ഞാനും മക്കളും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക. ആ വിശുദ്ധ കുർബാനയിൽ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ദേഷ്യത്തെ സംബന്ധിച്ചും നമ്മുടെ വിഷമതകളെ സംബന്ധിച്ചും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം വിശുദ്ധ കുർബാനയിൽ ഒരു രമ്യതയിൽ അല്ലെങ്കിൽ ഒരു ക്ഷമ യാചനം ചെയ്തതിന് ശേഷമായിരിക്കും വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ആ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം കൂടുതൽ ശക്തി ലഭിക്കുന്നത് അനുഭവപ്പെട്ടിരുന്നു. നമ്മൾ ഈ വീഡിയോയിൽ കണ്ട കുടുംബം പറഞ്ഞതുപോലെ വിശുദ്ധ കുർബാനയാണ് അവരുടെ ജീവിതത്തിൻ്റെ ശക്തി സ്രോതസ്സെന്ന് വളരെ വ്യക്തമായിട്ട് അവർ രണ്ടുപേരും പങ്കുവയ്ക്കുകയായിരുന്നു. നമ്മുടെ ഇടയിലൊരു കുടുംബനാഥനുണ്ട്, വലിയൊരു കുടുംബത്തിൻ്റെ നാഥൻ. 8 മക്കളെ വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധങ്ങളൊക്കെ വിൽസൺ ചേട്ടനുണ്ട്. വിൽസൺ ചേട്ടൻ ഇനി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അനുദിന വിശുദ്ധ ബലി മുടക്കാത്തൊരാളാണ്. വിൽസൺ ചേട്ടനോട് ചോദിക്കുകയാണ്, വിൽസൺ ചേട്ടൻ എങ്ങനെയാണ് ഈ ജീവിതത്തിൽ രണ്ടുപേരും പറഞ്ഞതുപോലെ വിശുദ്ധ കുർബാനയിലൂടെ ഈ ഒരു ശക്തി സ്വീകരിച്ച് കുടുംബത്തിലേക്ക് അത് എങ്ങനെയാണ് അത് ഒഴുക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് വിൽസൺ ചേട്ടൻ പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിച്ച് പോരുന്നത് വിശുദ്ധ ബലിയിലൂടെ അല്ലാതെ ഇങ്ങനെ ഒരു കുടുംബജീവിതം ഞാൻ പലപ്പോഴും പറയാമെന്ന് വെച്ചാൽ പലരും എന്നോട് പറയാറുണ്ട് 2 മക്കൾ ആകുമ്പോൾ തന്നെ വളരെയധികം ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് കുടുംബം പരിപാലിക്കുന്നത്. എനിക്ക് തിരിച്ചു പറയാനുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഒരു കൃപയാണ് ഈ വലിയ കുടുംബം എന്നുള്ളതാണ്. അപ്പോൾ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്. 2 മക്കളെ വളർത്തുന്നത് പോലെയല്ല 8 മക്കളെ വളർത്തുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഓരോ മക്കളുടെയും കാര്യങ്ങൾ വ്യത്യസ്ത രീതിയിൽ തന്നെ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഈ സന്ദർഭങ്ങളിലൊക്കെ എൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ടും പറയാൻ കഴിയുന്ന ഒരു കാര്യം വിശുദ്ധ കുർബാന, ജപമാല എന്നീ 2 ആയുധം തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ശക്തി സ്രോതസ്സ് എനിക്ക് കൃത്യമായിട്ടും പറയാനായിട്ട് സാധിക്കും. വിശുദ്ധ കുർബാന മുടങ്ങുന്ന ദിവസങ്ങൾ എനിക്ക് എന്തെങ്കിലും അസുഖമായിട്ടൊക്കെയാണ് വിശുദ്ധ കുർബാന മുടങ്ങാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ഈ ദിവസങ്ങൾ എന്തോ ഒന്ന് നഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു മാനസിക അവസ്ഥയാണ് എൻ്റെ മനസ്സിലുണ്ടാവുന്നത്. അപ്പോഴും ഞാൻ വീണ്ടും അത് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ഒരു ആകുലതയിലേക്ക് പോകാതെ തന്നെ എൻ്റെ കർത്താവ് എനിക്ക് അതിൻ്റെ ഒക്കെ ശക്തി എനിക്ക് നേടിത്തരും എന്നുള്ള വലിയ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ട്. അത് ഈ കുടുംബജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും സംഭവിക്കുമ്പോൾ, പ്രത്യേകിച്ചും സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ, അതുപോലെ തന്നെ കുട്ടികൾക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, ഈ സാഹചര്യത്തിലൊക്കെ എന്നെ കണ്ടുകൊണ്ട് പലരും ചോദിക്കുക എങ്ങനെ ഇത്രയും സന്തോഷമായിട്ട് വിൻസേട്ടന് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. എനിക്ക് പറയാനായിട്ട് കഴിയുക അത് എനിക്ക് പറ്റുന്ന കാര്യമല്ല, എനിക്കതൊരിക്കലും പറ്റാത്ത കാര്യം. എങ്കിലും എൻ്റെ കർത്താവ് എനിക്ക് അതിന് ശക്തി തരുന്നു. അത് തീർച്ചയായിട്ടും ഈ വിശുദ്ധ കുർബാനയോടെ തന്നെയാണ് എന്ന് ശക്തമായിട്ട് എനിക്ക് പറയാനായിട്ട് കഴിയും. ഇത് ഈ വിൻസൻ ചേട്ടൻ പറയുന്നത് കൂടുതൽ മക്കളുണ്ടാവുക, കൂടുതൽ പ്രാരാബ്ദം ഉണ്ടാകുമ്പോൾ അത് നമ്മെക്കൊണ്ട് തന്നെ പറ്റാത്ത ഒരു നിസ്സഹായാവസ്ഥയുണ്ട്. അതെല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിസ്സഹായാവസ്ഥയുണ്ട്. ആ അവസ്ഥയിലാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ കരുത്തരല്ലാന്നും പക്ഷെ നമ്മുടെ പിറകിൽ വേറൊരു ശക്തി നമുക്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ എനിക്ക് പറയാനായിട്ട് സാധിക്കുക, പലപ്പോഴും എന്നോട് പറയുന്നത് 2ൽ കൂടുതൽ മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. 2 വരെ നമ്മളിൽ തന്നെ നമ്മുടെ മക്കളെ വളർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ മക്കളെ വളർത്തും എന്നുള്ള രീതിയിൽ മാറും. 2ൽ നിന്ന് മാറി 3 ആകുമ്പോൾ എൻ്റെ കഴിവിനെ ആശ്രയിക്കാൻ എനിക്ക് പറ്റാതെ വരും. 4, 5 അങ്ങനെ കൂടി വരുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും മുഴുവൻ സമയം കർത്താവിൽ ആശ്രയിക്കാനായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് മാറിക്കഴിയും. കർത്താവിൽ ആശ്രയിക്കണമെങ്കിൽ എന്ത് വേണം? തീർച്ചയായിട്ടും കൂതാശകളിലൂടെ തന്നെ അത് സാധിക്കുകയുള്ളൂ.
അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അണയാനായിട്ട് വിശുദ്ധ കുർബാന കൂടിയേ തീരൂ. വിശുദ്ധ കുർബാന മാത്രമല്ല, കൂദാശകളിലൂടെ തന്നെ അതിൻ്റെ ശക്തി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടേ, യേശു ധ്യാനമാണ് ഓരോ കുടുംബത്തിൻ്റെയും വിളി. മാർപ്പാപ്പ ആ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ സെൻറ്റൻസിൽ ഇങ്ങനെ പറയുന്നു, കുടുംബങ്ങളിലും കുടുംബങ്ങൾക്കിടയിലും സുവിശേഷ സന്ദേശം എപ്പോഴും പ്രതിദിനിക്കണം. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ മാർപ്പാപ്പ നമ്മളിങ്ങനെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത്. മാർപ്പാപ്പ അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുന്നു, ആ സന്ദേശത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള കെരിഗ്മ അതിസുന്ദരവും വിശിഷ്ടവുമാണ്. ഈ കെരിഗ്മ എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് കൃത്യമായി അർത്ഥമാക്കുന്നതെന്ന് സാർ ഒന്ന് വ്യക്തമാക്കാവോ? ഈ മാർപ്പാപ്പയുടെ ഈ അപ്പസ്തോലിക ലേഖനത്തിൽ 2 കാര്യങ്ങളാണ് എല്ലാ അധ്യായത്തിലൂടെയും കടന്നു പോകുന്നത്. ഒരു കാര്യമാണ് അതിലെ കെരിഗ്മ പെസഹ രഹസ്യം. രണ്ടാമത്തെ കാര്യമാണ് ദൈവരാജ്യം ഈ ലോകത്തിൽ സന്നിഹിതമാക്കേണ്ടതിൻ്റെ ആവശ്യകത, അതായത് സാമൂഹ്യ ജീവിതത്തിലേക്കുള്ള ഉൾപ്രവേശം. അതിൽ കെരിഗ്മ എന്ന വാക്ക് പല ആവർത്തി ഈ ഗ്രന്ഥം പറയാണ്. കെരിഗ്മയാണ് നമ്മുടെ കേന്ദ്രം, കെരിഗ്മയാണ് പിന്തുടരേണ്ടത്. ഗ്രീക്ക് വാക്കാണ് കെരിഗ്മ. അങ്ങനെ ഞാൻ ഇതിനെ പല അച്ഛന്മാരോടൊക്കെ ചോദിച്ചിട്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോഴാണ് അതിൻ്റെ മനോഹാരിത മനസ്സിലാക്കിയത്. കെരിഗ്മ എന്ന വാക്കിൻ്റെ നേരിട്ടുള്ള അർത്ഥം ആദ്യത്തെ പ്രാഥമിക സുവിശേഷ പ്രഘോഷണം എന്നാണ്. പ്രാഥമിക സുവിശേഷ പ്രഘോഷണം. അപ്പോൾ പ്രാഥമിക സുവിശേഷ പ്രഘോഷണം ആദ്യം ഞാൻ കരുതിയിരുന്നത് ഒരാൾ ആദ്യം കേൾക്കുന്ന പ്രഘോഷണം എന്ന തരത്തിലാണ്. അങ്ങനെയാണ് ഇൻ്റർനെറ്റിലൊക്കെ അർത്ഥം കൊടുത്തിട്ടുള്ളത്. പിന്നീട് ചില അച്ഛന്മാരായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സഭ ലോകത്തോട് പറഞ്ഞ ആദ്യത്തെ പ്രഘോഷണമാണ് കെരിഗ്മ. അത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നടപടി പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈ ശിഷ്യ സമൂഹമുണ്ട്. അവിടെ കുറേ അധികം പേരുണ്ട്, 120ഓളം പേര് കൂടിയിരിക്കുമ്പോൾ, അവരുടെ മാതാവും എല്ലാവരും കൂടിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പക്ഷേ അവരിൽ നിന്ന് 12 പേര് എഴുന്നേറ്റ് നിന്നു. ആ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഭയുടെ ഒരു നേതൃത്വത്തെ നമ്മൾ അംഗീകരിക്കുകയാണ്. അവരെഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ പത്രോസ്ലീഹ സംസാരിച്ചു. അതാണ് കെരിഗ്മ. എന്താണ് അവിടുത്തെ പ്രമേയം? ആ പ്രമേയം എന്ന് പറയുന്നത്, നിങ്ങൾ യേശു ക്രിസ്തുവിനെ വധിച്ചു, പിതാവായ ദൈവം യേശുവിനെ ഉയർപ്പിച്ചു. ഇത്രയുള്ള 2 സ്റ്റേറ്റ്മെൻറ്റാണ് അതിൻ്റെ കേന്ദ്രം. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. അത് ജോൺ പോൾ 2 മാർപ്പാപ്പ കർത്താവും ജീവദാതാവും എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് അത് നൽകുന്നുണ്ട്. ലോകത്തിലെ ഏത് മനുഷ്യൻ പാപം ചെയ്താലും ആ പാപം ചെന്ന് ചേരുന്നത് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലാണ്. മറ്റൊരർത്ഥത്തിൽ ആദാം മുതൽ ലോകാവസാനം വരെ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളെല്ലാം ചെന്ന് പതിക്കുന്ന കേന്ദ്രമാണ് യേശുവിൻ്റെ കുരിശുമരണം. പക്ഷേ ആ പാപത്തെ ഓർത്ത് നമ്മൾ വിലപിക്കണ്ടെന്നാണ് ആ പ്രഖ്യാപനം. കാരണം നമ്മുടെ പാപം മൂലം യേശു മരിച്ചുവെങ്കിലും സൃഷ്ടാവായ ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം അപ്രത്യക്ഷമായി. ഇവിടെ വലിയൊരു പ്രഖ്യാപനമുണ്ട്. തൻ്റെ ഏകജാതനെ വധിച്ചാൽ പോലും എൻ്റെ പൊന്നുമോനെ ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത്. ഇതാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ആവർത്തിക്കുന്നത്. അപ്പോൾ സിസ്റ്ററും പറഞ്ഞു, വിൻസെൻ്റ് ഏട്ടനും പറഞ്ഞു, വിശുദ്ധ കുർബാനയാണ് ഞങ്ങളുടെ ശക്തിയുടെ സ്രോതസ്സ്. CK തോമസ് എന്ന ആ സഹോദരനും പറഞ്ഞു. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു, സഭാ പഠനം അനുസരിച്ച് വിശുദ്ധ കുർബാന സഭാജീവിതത്തിൻ്റെ ഉച്ചി മാത്രമല്ല, ഉറവിടം കൂടിയാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ സ്രോതസ്സ് ഏതാണ്? മാർപ്പാപ്പ പറയുന്നുണ്ട്, യേശുവിൻ്റെ കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തെ നോക്കിയുള്ള ധ്യാനം. ആ ധ്യാനത്തിൽ നാം എന്ത് പഠിക്കുന്നു? സ്വന്തം ഏകജാതനെ പോലും ഉപേക്ഷിക്കാൻ തക്ക വിധം ദൈവത്തിന് നമ്മളോടൊരു സ്നേഹമുണ്ടെന്നുള്ള കെരിഗ്മയുടെ ആവർത്തന പ്രഘോഷണമാണ് ഓരോ വിശുദ്ധ കുർബാന. അത് തന്നെയാണ് ഓരോ കുടുംബങ്ങളിലും വരേണ്ടത്. ആ സ്നേഹമില്ലാതെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ലേ? ഈ പിതാവായ ദൈവത്തിന്റെ സ്നേഹം ശരിക്കും നമ്മളുടെ കുടുംബങ്ങളിൽ അവതരിക്കപ്പെടുന്നത് മാതാപിതാക്കളിലൂടെയാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം അമ്മയാണ് അത് ജോൺ പോൾ 2 മാർപ്പാപ്പയും ഈ മാർപ്പാപ്പയും ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്.
എന്തുകൊണ്ടാണ് സഭ ഒരിക്കലും ഡൈവോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറയണത്? ഒരു അപ്പൻ അമ്മയ്ക്ക് കൊടുക്കുന്ന പിൻവലിക്കപ്പെടാത്ത സ്നേഹമുണ്ട്. ആ സ്നേഹം കണ്ടിട്ട് വേണം കുട്ടികൾ ദൈവപിതാവിൻ്റെ സ്നേഹം അറിയേണ്ടത്. അപ്പോൾ അപ്പൻ അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം പിൻവലിച്ചാൽ കുട്ടിക്ക് ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ ധാരണയും വികലമായി പോകും. എനിക്ക് തോന്നുന്നു ഇന്ന് യൂറോപ്പിലൊക്കെ ഈ ദൈവവിശ്വാസം പോലും ഇല്ലാതായതിൻ്റെ കാരണം ഒരുപക്ഷെ അവർ കാണുന്ന ഈ അപ്പനും അമ്മയും അവർ പരസ്പരം വിശ്വസ്തരായിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഈ സ്നേഹം അവസാനം വരെ കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ അങ്ങ് അകലെയുള്ള ദൈവത്തിൻ്റെ ചിത്രം അവരിൽ നിന്ന് അത് വികലമായി പോകുന്ന ഒരു കാഴ്ച എനിക്ക് തോന്നുന്നു സിസ്റ്റർക്ക് പറയാൻ പറ്റും. കുടുംബജീവിതങ്ങളിൽ ഇടപെടുന്ന ആളെന്ന നിലയിൽ ഒരുപാട് കുടുംബ പ്രശ്നങ്ങളുള്ളവരുടെ ഒരു ബേസിക് കാരണം പക്ഷേ ഈ ഒരു ദൈവവിശ്വാസത്തിൽ നിന്ന് അവർ അകന്നു പോയതായിരിക്കുമോ, അവരുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടാത്തത് പോയതായിരിക്കുമോ? അതായത് സ്വന്തം അപ്പനെ നോക്കിയിട്ടാണ് അവൻ ദൈവത്തിനെ വിധിക്കണത്. സ്വന്തം അപ്പനിൽ സ്നേഹിക്കാത്ത ഒരപ്പനെ കാണുന്ന കുട്ടിയോട് സ്നേഹിക്കുന്ന ദൈവമുണ്ടെന്ന് പറയുമ്പോൾ അവനാ യാഥാർത്ഥ്യം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ ഈ അടുത്തൊരു പയ്യൻ എന്നോട് പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല, 32 വയസ്സായി, ഹൈലി ക്വാളിഫൈഡ് ആണ്, ഇഷ്ടം പോലെ പൈസ ജോലി ചെയ്ത് സമ്പാദിക്കണമെന്ന്. എന്താ കാരണം? എൻ്റെ അപ്പനും അമ്മയും ജീവിക്കുന്നതല്ലേ ഞാൻ ഇനി ജീവിക്കാൻ പോണത്, അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട എന്ന് അവൻ തറപ്പിച്ച് പറയാണ്. അപ്പോൾ അപ്പനും അമ്മയും സ്നേഹിക്കുന്നത് കാണുമ്പോൾ അതിനപ്പുറത്ത് അവരെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. അത് കാണാത്തിടത്തോളം കാലം ദൈവം എന്ന് പറയുന്നത് അവന് അപ്രാപ്യമായ ഒരു സംഗതിയാണ്. ദൈവസ്നേഹം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതെ നോക്കിയോ സാധനം എന്നുള്ള രീതിയിൽ യുവതലമുറ കാണാനായിട്ട് പ്രായം തികഞ്ഞിട്ടും പല ചെറുപ്പക്കാരും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാത്തതിൻ്റെ ഒരു കാരണം പോലും നമ്മൾ ഈ പറഞ്ഞ ഈ കെറിഗ്മ എക്സ്പീരിയൻസ് അവരുടെ ജീവിതത്തിൽ വീട്ടിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണ്. അല്ല ഡോക്ടറെ, ഇപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞ കാര്യമില്ലേ, അത് മാർപ്പാപ്പ തന്നെ പറയുന്നുണ്ട്, ഇന്നത്തെ വലിയ ദുരന്തം ചെറുപ്പക്കാർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ദൈവത്തിൻ്റെ സ്നേഹം കൂദാശകളിലൂടെ നാം അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ വിശുദ്ധ തോമസ് അക്വിനാസിനൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സ്വാഭാവികതയെ പൂർണ്ണമാക്കുകയാണ് കൃപാവരം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ദൈവസ്നേഹം കിട്ടേണ്ടത് അപ്പനമ്മയെന്നാണ്. പക്ഷെ മാതാപിതാക്കൾക്ക് പലപ്പോഴും അത് കൊടുക്കാൻ പറ്റാതാകുമ്പോൾ അത് നമുക്ക് തീർത്ത് രക്ഷാകരമായ ഒരു അനുഭവത്തിലേക്ക് കൂദാശകൾ നമ്മളെ നയിക്കണം. നമുക്ക് വിൻസൻ ചേട്ടനോടൊന്നും ചോദിക്കാം. കാരണം ഒരു വലിയ കുടുംബനാഥൻ എന്ന നിലയ്ക്ക് മക്കളെ വളർത്തുന്നതിനും എങ്ങനെയാണ് ശരിക്കും എനിക്ക് തോന്നുന്നു വിൻസേട്ടൻ ശരിക്കും ആ ഒരു അപ്പൻ്റെ സ്നേഹം മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു അപ്പനാന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് വിൻസേട്ടൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ആ ഒരു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കുടുംബത്തിലോട്ട് എങ്ങനെയാണ് വിൻസൻ ചേട്ടൻ അതൊന്ന് പ്രകടിപ്പിക്കുന്നതും അവരിലോട്ട് എങ്ങനെയാണ് എത്തിക്കുന്നതെന്ന് പങ്കുവയ്ക്കാമോ? ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ മക്കൾ പുറത്ത് പോയി വരുമ്പോൾ അവർക്ക് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ചിലപ്പോൾ അത് എൻ്റെ അസൂയാവോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. അവർക്ക് അപ്പനെ കാണാൻ ഭയങ്കര താല്പര്യമാണ്. അവർ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അപ്പാന്ന് വിളിച്ചിട്ട് വരും. മിക്കവാറും വീടുകളിൽ അമ്മയെന്ന് വിളിച്ചിട്ട് വരുന്നത് ഇത് നേരെ തിരിച്ചാണ്, അപ്പാന്ന് വിളിച്ചിട്ട് വരുന്ന ഒരു അനുഭവം. അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കുന്നത് അവർക്ക് എന്നോട് അത്രമാത്രം സ്നേഹം അവർക്കുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. അപ്പോൾ ചിലർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അപ്പാന്ന് വിളിച്ചു വരാം. അപ്പോൾ സ്കൂളിലെ കുറേ വിശേഷങ്ങൾ എന്നോട് പറയണം. അവർ എൻ്റെ പിന്നാലെ, ഞാൻ ആ സമയത്ത് ജോലി സമയത്ത് അവൻ്റെ പിന്നാലെ നടന്ന് ഓരോരോ കാര്യങ്ങളും സ്കൂളിൽ സംഭവിച്ച ഓരോരോ കാര്യങ്ങളും അവർ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മക്കളുടെ അപ്പനാണോ അതൊരു സുഹൃത്താണോ എന്ന് ഞാൻ സംശയിച്ചു പോകാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്ക് മറച്ചു വെക്കാനായിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥ, എല്ലാം തുറന്നു പറയുന്ന ഒരവസ്ഥ, ഒരു സ്നേഹിതനോടെന്ന രീതിയിൽ അവരെന്നോട് പെരുമാറുന്നു. ശരിക്കും ഞങ്ങൾ ചിലപ്പോൾ അത് കാണുമ്പോൾ എൻ്റെ ലില്ലിക്ക് ഭാര്യയ്ക്ക് ദേഷ്യം വരാറുണ്ട്. ഞങ്ങൾ തോളിൽ കൈയിട്ടിട്ട് എന്തൊക്കെയുണ്ട് അപ്പോൾ ശേഷം എന്നൊക്കെ ചോദിച്ചിങ്ങനെ നടക്കുന്ന ഒരവസ്ഥ. ശരിക്കും ആ ഒരു സ്നേഹം അവർക്ക് മനസ്സിലാകുന്നു. ഞാൻ അവരുടെ കൈയൊക്കെ എൻ്റെ തോളിൽ വന്ന് വീഴുമ്പോൾ അവർ വലിയ കുട്ടികളായി, അവരെൻ്റെ തോളിലൊക്കെ കൈയൊക്കെ വന്ന് വീഴുമ്പോൾ എനിക്കതൊരു പ്രയാസമൊക്കെ തോന്നാറുണ്ടെങ്കിലും ഞാനത് പ്രകടിപ്പിക്കാറില്ല. പലപ്പോഴും ഞങ്ങളുടെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ ഞങ്ങളുടെ മക്കൾ എല്ലാവരും ഒരുമിച്ച് വരികയും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാരിയിരിക്കും, ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാരിയിരിക്കും. അപ്പോൾ ഞാൻ ഏകദേശം സെൻറ്ററിൽ ജാമാവും. എൻ്റെ കുട്ടികളൊക്കെ എൻ്റെ മടിയിലും വരിയായിട്ടെങ്കിലും തല ചാച്ചിട്ടൊക്കെ കിടക്കുന്നൊരവസ്ഥ.
അവിടെയൊക്കെ അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തമ്പുരാൻ്റെ സ്നേഹം എന്നിലൂടെ അവർക്ക് പ്രകടമായി കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ശരിക്കും ഒരു ദിവസം എൻ്റെ മൂത്ത മോള് സ്കൂൾ വിട്ട് വന്നിട്ട് ചോദിച്ചു, നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് അപ്പച്ചാ പ്രകടിപ്പിക്കുക? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ നോക്കിക്കോ, ഞാൻ പറയാം, നിങ്ങൾ എന്നെ നോക്കിക്കോ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന അതേ ആ രീതി തന്നെയാണ് ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാകുന്നത്. ദൈവം നമ്മെ അങ്ങനെയാണ് സ്നേഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഒരുപോലെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നുണ്ട്. അവരൊരു കാര്യത്തിന് പോലും ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിൽ, എന്നാൽ അപ്പൻ്റെ ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കാവുന്ന രീതിയിൽ എൻ്റെ എല്ലാ പണികളിലും അവരെന്നെ സഹായിക്കുന്നുണ്ട്, എൻ്റെ ജോലികളിൽ എന്നെ സഹായിക്കുന്നുണ്ട് എല്ലാം. അപ്പോൾ എന്നോടുള്ള സ്നേഹം അവരും അതേ രീതിയിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും മക്കളെ സ്നേഹിക്കുക എന്ന് പറയുക മാത്രമല്ല, ആ സ്നേഹം പ്രകടിപ്പിക്കണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞങ്ങൾ നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് നെറ്റിയുമ്പോൾ കുരിശ് വരച്ച് ഉമ്മ കൊടുക്കും. അവർ ഉമ്മ കൊടുത്തിട്ട് ആ ഉമ്മ സ്വീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ താടി ഒരു ലേശം നീണ്ടുണ്ടാവും, അപ്പോൾ ഒന്ന് ഉരയ്ക്കും. അപ്പോൾ അത് അവർക്ക് അത് വിഷമമുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു സ്നേഹപ്രകടനം ഞാൻ എൻ്റെ അമ്മയോടും കാണിക്കും. അപ്പോൾ അമ്മയോട് കാണിക്കുന്ന ആ സ്നേഹം അവർ കാണുകയാണ്. എന്ത് സംഗതി ഞാൻ എൻ്റെ വീട്ടിൽ പങ്കുവയ്ക്കുമ്പോഴും ആദ്യം അമ്മാമ്മയ്ക്ക് നല്ല ഭംഗിയായിട്ട് കൊണ്ടുകൊടുക്കാനായിട്ട് ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തയക്കും. അപ്പോൾ അവർ ചോദിക്കും, എന്താ അമ്മാമ്മയ്ക്ക് ഒരു സ്വല്പമെങ്കിലും കൂടുതലുണ്ടാവും, അമ്മാമ്മയ്ക്ക് എന്താ കൂടുതൽ? അത് എൻ്റെ അമ്മയാണ്, നിങ്ങളതുമാതിരി നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും കൊടുത്തോ എന്ന് പറയുന്ന ഒരു സാഹചര്യം. അപ്പോൾ കുടുംബ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ഈ രീതിയിലൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയാറുണ്ട്. ഇൻസേട്ടൻ പറഞ്ഞതുപോലെ ശരിക്കും യേശുവിലൂടെ വെളിപ്പെടുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കുടുംബത്തിൽ നമ്മൾ വ്യക്തമാക്കി കൊടുക്കേണ്ടതും പ്രകടിപ്പിക്കേണ്ടതും ഒക്കെ മാതാപിതാക്കളുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. മാതാപിതാക്കളുടെ സ്നേഹത്തിലൂടെ ശരിക്കും ആ ഒരു സ്നേഹം കുടുംബത്തിൽ അനുഭവിക്കാൻ അവർക്ക് സാധിക്കും തോന്നും. അതെ, അതുകൊണ്ടാണ് മാർപ്പാപ്പ ആവർത്തിച്ച് പറയുന്നത്, മാതാപിതാക്കൾ കാണപ്പെടുന്ന സൃഷ്ടാക്കളാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൃഷ്ടാവായ ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള സ്നേഹം കുടുംബജീവിതത്തിൽ സന്നിഹിതമാക്കുക എന്നതാണ് മാതാപിതാക്കളുടെ പങ്ക്. നമ്മൾ ഈ എപ്പിസോഡിൽ പ്രധാനമായും ചർച്ച ചെയ്തത് യേശുധ്യാനമാണ് കുടുംബത്തിൻ്റെ വിളിയെന്ന ഈ പാപ്പ പറഞ്ഞ ഈ ആശയം. യേശുവിലൂടെയുള്ള ധ്യാനമാണ് കുടുംബത്തിൽ സ്നേഹിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ എന്നെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ഈ സ്നേഹമാണ് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ ഈ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൽ 59-ാം ഖണ്ഡികയിൽ പാപ്പ ഇങ്ങനെ പറയുന്നു, ക്രൈസ്തവ കുടുംബമെന്ന രഹസ്യം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കായി സ്വയം ബലിയർപ്പിക്കുകയും നമ്മുടെ ഇടയിൽ നിത്യം വസിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട ദൈവപിതാവിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ്. പിതാവായ ദൈവത്തിൻ്റെ ഈ അനന്ത സ്നേഹം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവിധം ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ഈ കരുണയുടെ ഈ സ്നേഹമാണ് എല്ലാ കുടുംബത്തിൻ്റെ അടിത്തറ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളുമായി നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. അതുവരെയും നമുക്ക് ഈശോയുടെ സ്നേഹത്തിൽ നമുക്ക് പരസ്പരം വളരാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം.